ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. മറ്റാരുടെയും കയ്യിലില്ലാത്ത വെറൈറ്റി ചെടികൾ കണ്ടെത്തിയിട്ട് നമ്മുടെ പൂന്തോട്ടങ്ങൾ വളർത്തിക്കൊണ്ടുവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് റെയർ ആയിട്ടുള്ള കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ചെടികളെ കുറിച്ചാണ്. അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോ കിടക്കാം. നമ്മൾ പല ടൈപ്പ് കലഞ്ച ചെടികൾ കണ്ടിട്ടുണ്ടായിരിക്കും. പൂക്കൾ ഉണ്ടാവുന്നതും പൂക്കളില്ലാത്തയൊക്കെ ടൈപ്പ് കലഞ്ച ചെടികൾ. പക്ഷെ നിങ്ങൾ അധികം കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് കലഞ്ചോ ആണ് ഫ്ലാപ്ജാക്ക് കലഞ്ചോ. ഈ കാണുന്ന കലഞ്ചോയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇലകൾ തന്നെയാണ്. പൂക്കൾ ഉണ്ടായിട്ടില്ലെങ്കിലും അതിന്റെ ഇലകൾ ഇങ്ങനെ ചുറ്റി വളഞ്ഞിരിക്കുന്ന കാണുന്നതിന് ഭയങ്കര ഭംഗിയാണ്. പക്ഷേ ഫ്ലാപ്ജാക്ക് കലഞ്ചോ പലപ്പോഴും പാഡിൽ ജാക്ക് കലഞ്ചോ ആയിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. പാഡിൽ ജാക്ക് കലഞ്ചോയും ഫ്ലാപ്ജാക്ക് കലഞ്ചോയും രണ്ടും രണ്ടാണ്. രണ്ടിന്റെ ഇലകൾക്ക് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഒന്നിന്റെ ഇലകൾ ചുരുണ്ടിട്ടാണെങ്കിൽ മറ്റേ ഇലകൾ ചുരുളാതെ നിവർന്നിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും പരസ്പരം പലപ്പോഴും തെറ്റിദ്ധരിച്ച് പോകാറുണ്ട്. പിന്നെ നമ്മൾ മറ്റുള്ള കാക്ടസിനും സക്ലൻസിനും കൊടുക്കുന്ന വളങ്ങൾ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ വളരും. വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ എന്നാൽ റയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഫ്ലാപ്ജാക്ക് കലഞ്ചോ. എവിടെയെങ്കിലും പോകുമ്പോൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുവന്നിട്ട് വളർത്താൻ ശ്രമിക്കുക. നമ്മൾ പലപ്പോഴും യൂട്യൂബിലും അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് കാർണിവോറസ് പ്ലാന്റ്സ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഇരപിടിയൻ ചെടികൾ. ഒരു ജീവനുള്ള അറ്റാക്ക് ചെയ്തിട്ട് അതിനെ പിടിച്ചിട്ട് അതിനെ ജീവനോടെ ഭക്ഷണമാക്കുന്ന ചെടികളെയാണ് നമ്മൾ കാർണിവോറസ് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മനുഷ്യരോ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളൊന്നും ഈ പ്ലാന്റ് ആക്രമിക്കില്ല. ഇത് സാധാരണ ആക്രമിക്കാറ് ചെറിയ പുഴുക്കൾ, ഈച്ചകൾ, പ്രാണികൾ, അങ്ങനെയുള്ള ജീവികളെ ഇതിൻ്റെ ഒരു സഞ്ചി പോലുള്ള ഒരു ഭാഗത്ത് കെണിയിൽപ്പെടുത്തിയിട്ട് അതിനെ പിടിച്ച് ജീവനോടത് ലയിപ്പിച്ച് ഒരു ദ്രാവകമാക്കി മാറ്റും. ഈ ദ്രാവകം ഈ ഒരു ചെടി വലിച്ചെടുത്ത് മറ്റു വളങ്ങൾ അബ്സോർബ് ചെയ്യുന്ന പോലെ വലിച്ചെടുത്ത് ഈ ചെടി ജീവിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സഞ്ചി പോലുള്ള ഭാഗം ശരിക്കും പറഞ്ഞാൽ അതിന്റെ പൂവല്ല, ഇതിന്റെ ഇലയുടെ ഒരു ഭാഗമാണ്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പൂവാണെന്നൊക്കെ തിരിച്ചു പോകുമെങ്കിലും ഈ ഒരു സഞ്ചി പോലെ കാണുന്ന ഭാഗം അതിന്റെ ഇലയുടെ ഒരു ഭാഗം മാത്രമാണ്. അപ്പോൾ ഈ ഒരു കാറ്റഗറി പെടുന്ന പ്ലാന്റുകൾ നെപ്പന്തസ് പ്ലാന്റ്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ നെപ്പന്തസ് തന്നെ ഒരുപാട് ടൈപ്പ് നെപ്പന്തസ് വെറൈറ്റികൾ ഉണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള അനേകം ടൈപ്പ് നെപ്പന്തസ് വെറൈറ്റികൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വെറൈറ്റി നെപ്പന്തസ് റോപ്പ് കാൻഡലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. അത്യാവശ്യം വലുപ്പമുള്ള എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഈ നെപ്പന്തസ് റോപ്പ് കാൻഡലി. അല്പം റെയർ ആണ്, പക്ഷേ എക്സ്പെൻസീവ് ആണ്. സാധാരണ ഒരു ചെടികൾ വാങ്ങിക്കുന്ന പോലെ നമുക്ക് പോയിട്ട് ഇത്തരം ചെടികൾ കുറഞ്ഞ വിലയ്ക്കൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. അല്പം വില കൂടിയ ചെടിയാണ് നെപ്പന്തസ് വെറൈറ്റികളും പൊതുവെ. അപ്പം നെപ്പന്തസിന് ചെറിയ വെറൈറ്റികളുണ്ട്, വലിയ വെറൈറ്റികളുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന വെറൈറ്റിയാണ് നെപ്പന്തസ് വെയ്ച്ചി എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി. അല്പം നീളം കൂടിയ വെറൈറ്റിയാണ്. അപ്പം നെപ്പന്തസിൻ്റെ ചെറിയ വെറൈറ്റികളൊക്കെ പൊതുവെ എല്ലാവരും ഹാങ്ങിങ് പോട്ടിൽ വളർത്താൻ ഇഷ്ടപ്പെടുന്ന ചെടികളാണ്. വളരെ ഈസി ആയിട്ട് വളർത്താനും പറ്റും. വലിയ കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ നന്നായിട്ട് ഇതിൻ്റെ ഈ ഒരു ഇലയുടെ ഭാഗങ്ങളിലൊക്കെ ഇഷ്ടംപോലെ സഞ്ചി പോലുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടായി വരും. അപ്പോൾ ഒട്ടുമിക്ക പല നഴ്സറികളിലും ഈ ഒരു നെപ്പന്തസിൻ്റെ ചെറിയ വെറൈറ്റികൾ കാണാറുണ്ട്. വലിയ വെറൈറ്റികൾ പൊതുവെ അങ്ങനെ എല്ലാ നഴ്സറികളും കാണാറില്ല. വലിയ വെറൈറ്റികൾ പൊതുവെ ഹാങ്ങിങ് പോട്ടിൽ തൂക്കിയിടുന്നത് അത്ര നല്ലതല്ല. കാരണം അതിൻ്റെ ഇലയുടെ ഭാഗം വെയിറ്റ് കാരണം ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ചട്ടിയിൽ തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്രത്യേകം കെയർ കൊടുത്തൊക്കെ വളർത്തേണ്ടതുണ്ട്. അപ്പോൾ ചെറിയ വെറൈറ്റികളാണ് നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വളർത്താം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പല വെറൈറ്റി ഓർക്കിഡുകളും ശരിക്കും പറഞ്ഞാൽ കാടുകളിൽ നിന്ന് കൊണ്ടുവന്ന ചെടികൾ തന്നെയാണ്. മറ്റുള്ള മരങ്ങളുടെ മുകളിൽ ജീവിക്കുന്നതാണ് പൊതുവെ ഈ ഓർക്കിഡുകൾക്ക് ഭയങ്കര ഇഷ്ടം. അതുപോലെ വളരുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് ബൾബോഫൈലം പ്ലൂമാറ്റോ. അപ്പോൾ ഈ ബൾബോഫൈലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്കിഡ് വർഗ്ഗത്തിൽ ഒരു പ്രത്യേക ജനുസാണ്. എപ്പിഫൈറ്റിക് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ലിത്തോഫൈറ്റിക് ആയിട്ടുള്ള ഓർക്കിഡ് പൊതുവെ തിരിച്ചിട്ടുള്ള ഒരു ജനുസാണ് ബൾബോഫൈലം. ആ ബൾബോഫൈലം ജനുസ് പെട്ട ഒരു ഓർക്കിഡാണ് ബൾബോഫൈലം പ്ലുമാറ്റം. അപ്പോൾ ഈ ബൾബോഫൈലം പ്ലുമാറ്റം വിരിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. പൊതുവെ ഹാങ്ങിങ് പോട്ടിൽ വളർത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് ഈ ഒരു ബൾബോഫൈലം പ്ലുമാറ്റം. വളരെ രസമാണ്. ഈ ചെടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ പൂക്കൾ 4-5 പൂക്കൾ ഒരേ സമയം വിരിഞ്ഞു വരും. മുടിയൊക്കെ അഴിച്ചിട്ടതുപോലെ ഞാന്ന് കിടക്കുന്ന ഒരു പൂവാണ് ഇതിലുണ്ടാവുക. ഭയങ്കര രസമാണ്. അധികം വലിയ ചെടിയായിട്ട് വളരില്ല, ചെറിയ ചെടിയാണ്, കുഞ്ഞു ചെടിയാണ്. അതിൽ തന്നെ 4-5 ഇലകൾ ഉണ്ടാവും ഒരേ സമയം. അതിൽ തന്നെ ഒരുപാട് പൂക്കളും ഒരേ സമയം വിരിഞ്ഞിരിക്കും. ഈ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് വാടി വീഴില്ല. 1 മാസം 2 മാസത്തിൻ്റെ പൂക്കൾ അതിൽ തന്നെ ഞാന്ന് കിടക്കും. അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള വളരെ റയർ ആയിട്ടുള്ള ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് ബൾബോഫൈലം പ്ലുമാറ്റം. ഏറ്റവും അവസാനം പരിചയപ്പെടാൻ പോകുന്ന ചെടി ഒരു സക്ലന്റ് ചെടിയാണ്. ക്രസൂല മോർഗൻസ് ബ്യൂട്ടി എന്നാണ് ഈ ഒരു സക്ലന്റിന്റെ പേര്. അപ്പോൾ ക്രസൂല സക്ലൻസ് നിങ്ങൾ കണ്ടിരിക്കും. വളരെ അടുക്കുകളോടുകൂടി കൂടി ചേർന്നിരിക്കുന്ന ഇലകൾ ഉണ്ടാവുന്ന സക്ലൻസിനെയാണ് പൊതുവെ ക്രസൂലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രസൂലയിൽ പെടുന്ന ഒരു വെറൈറ്റി ചെടിയാണ് മോർഗൻസ് ബ്യൂട്ടി. വളരെ ഭംഗിയോടുകൂടി ഇലകൾ അടുക്കി വെച്ചതുപോലെ പ്ലാസ്റ്റിക് ചെടിയാണെന്ന് തെറ്റിദ്ധരിച്ച് പോകുന്ന ഒരു സക്ലന്റ് ആണ് മോർഗൻസ് ബ്യൂട്ടി. ഇതിലുണ്ടാകുന്ന പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാലും ഭയങ്കര ഭംഗിയാണ്. പൂക്കൾ ഇല്ലാത്ത തന്നെ ചെടി കാണാൻ വളരെ ഭംഗിയാണ്.
അതിൽ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ അവസ്ഥ പിന്നെ പറയും വേണ്ട, അത്രയ്ക്ക് ഭംഗിയുള്ളൊരു ചെടിയാണ്. ചെടിയിൽ പൂവ് എത്തുന്ന ഒരു സ്റ്റേജ് എത്തി കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ടൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ ഒരു മോർഗൻസ് ബ്യൂട്ടി. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ചെടി തന്നെയാണ്. ഇതിന്റെ ഇലകൾ നട്ട് കഴിഞ്ഞാലും പുതിയ തൈകൾ ഉണ്ടാവും. ഈ ഒരു ചെടിയുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സക്കലൻസിനെ പോലെ അത്ര പെട്ടെന്ന് വളരുന്ന ഒരു സ്വഭാവമല്ല ഈ ഒരു സക്കലൻസ് ഉള്ളത്. വളരെ സ്ലോ ആയിട്ട് ഗ്രോത്ത് ഉള്ള ഒരു ചെടിയാണ് മോർഗൻസ് ബ്യൂട്ടി. നമ്മൾ ഒരു ചെറിയ തൈ വാങ്ങിച്ച് നട്ട് കഴിഞ്ഞാൽ അത് വളർന്ന് വലുതാൻ തന്നെ ഒരുപാട് സമയം എടുക്കും. വളരെയധികം ക്ഷമയോട് കൂടി വളർത്തേണ്ട ഒരു ചെടിയാണ്. പിന്നെ അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അല്പം വെള്ളം കൂടി കഴിഞ്ഞാൽ നശിച്ചു പോകാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു ചെടി കൂടിയാണിത്. അപ്പോൾ ഈ സക്കലൻസിന്റെ പൊതുവെയുള്ള സ്വഭാവം നിങ്ങൾക്ക് അറിയാം. അല്പം നനവ് കൂടിപ്പോയി കഴിഞ്ഞാൽ തണ്ടുകൾ അഴുകാനും വേരുകൾ ചീഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നീർവാഴ്ചയും വളരെ അത്യാവശ്യമാണ്. അപ്പം അങ്ങനെയൊക്കെ വളരെയധികം ശ്രദ്ധ കൊടുത്ത് വെള്ളം വാർന്നു പോകുന്ന അല്ലെങ്കിൽ ഡ്രൈ ആകുന്നതിനനുസരിച്ച് മാത്രം നനച്ചു കൊടുക്കേണ്ട ഒരു ചെടിയാണ് മോർഗൻസ് ബ്യൂട്ടി. അപ്പോൾ ഈ ഒരു ചെടിക്ക് പൂക്കൾ ഇല്ലാത്തതിന് അത്യാവശ്യം നല്ല വില വരുന്നുണ്ട്. അത്രയും റെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് മോർഗൻസ് ബ്യൂട്ടി. അപ്പോൾ എവിടെന്നെങ്കിലും ഈ ഒരു ചെടി കിട്ടുകയാണ് തീർച്ചയായിട്ടും കൊണ്ടുവന്ന് നല്ല രീതിയിൽ കെയർ ചെയ്ത് വളർത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയും ചെടികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാനുണ്ടായത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ചെടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഏതൊക്കെ ചെടികളൊക്കെ നിങ്ങൾ വീട്ടിലുണ്ട്, താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നവരെ ഹാപ്പി ഗാർഡനിങ്.